റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ സാധാരണ റവ കൊണ്ടല്ലേ ഉപ്പുമാവ് ഉണ്ടാക്കാറുള്ളത്. പക്ഷെ ഇന്ന് നമ്മൾ ചോറൊക്കെ വെക്കുന്ന കുത്തിരി കൊണ്ട് എങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്പുമാവാണ്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമന്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കണം. നിങ്ങളുടെ കമന്റ്സിന് വേണ്ടി ഞാനിവിടെ കാത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മട്ട റൈസ് കൊണ്ടുള്ള ഉപ്പുമാവ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് അരി കൊണ്ടുള്ള ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഇത് ഞാൻ തലേദിവസം രാത്രി വെള്ളത്തിലിട്ട് വെച്ച കുത്തരിയാണ്, അതായത് നമ്മുടെ മട്ട റൈസ്. ഇത് ഞാൻ 2-3 പ്രാവശ്യം കഴുകിയതിന് ശേഷമാണ് വെള്ളത്തിലിട്ട് വെച്ചത്. വീണ്ടും രാവിലെ ഒന്നും കൂടെ കഴുകിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു സ്ട്രെയിനറിനകത്തിട്ട് വെള്ളം പോകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 5 മുതൽ 10 മിനിറ്റ് നേരം ഇങ്ങനെ വെള്ളം പോകാനായിട്ട് വെച്ചാൽ മതി. ഇനി ഈ അരി ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്ക് റവയാക്കി മാറ്റണം. ഈ ഒരു ഗ്ലാസ്സിന് 1 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തത്. ഇത് 250 ml ഗ്ലാസ്സാണ്, അല്ലെങ്കിൽ ഈ ഒരു കപ്പിലെടുക്കാം. ഈ കപ്പും 250 ml ആണ്. ഇപ്പോൾ ഇവിടെ അരിയെല്ലാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു റവയുടെ പരുവത്തിൽ വേണം ഗ്രൈൻഡ് ചെയ്തെടുക്കാനായിട്ട്. നൈസ് പൗഡറായി പോരുത്. ഇപ്പോൾ ഇവിടെ 1 ഗ്ലാസ് അരി എടുത്തതുകൊണ്ട് ഇത് ഒറ്റ ട്രിപ്പിന് ഗ്രൈൻഡ് ചെയ്തെടുക്കാൻ പറ്റും. 2 ഗ്ലാസ്സൊക്കെ ആണെങ്കിൽ 2 ട്രിപ്പായിട്ട് വേണം ഗ്രൈൻഡ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഇത് ഞാൻ ഗ്രൈൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് മിക്സിയുടെ പൾസിൻ്റെ ബട്ടൺ ഇട്ടിട്ട് നിർത്തി വേണം നമ്മളിത് ഗ്രൈൻഡ് ചെയ്തെടുക്കാനായിട്ട്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇട്ട് കൊടുക്കണം, സൈഡിൽ നിന്നൊക്കെ തൂത്തിട്ട് കൊടുക്കണം. എന്നിട്ട് ഒരു റവ പരുവത്തിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് നിങ്ങളെ കാണിക്കാം. ഇപ്പോൾ ഇത് കണ്ടോ, അരി കൊണ്ടുള്ള റവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ സാധാരണ ഉപ്പുമാവ് ഉണ്ടാക്കാറുള്ള റവ പോലെ തന്നെ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഇനി ഇതുകൊണ്ട് നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കി എടുക്കാം. ഇപ്പോൾ ഇവിടെ ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കാം. ഇപ്പോൾ ഇവിടെ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉഴുന്ന് പരിപ്പാണ് ഞാൻ ചേർക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ്. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം. എന്നിട്ട് വേണം ഉഴുന്ന് പരിപ്പ് ആഡ് ചെയ്യാനായിട്ട്. ഇതൊരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ഉണക്കമുളക് മുറിച്ചിടുന്നുണ്ട്, ഒരു പച്ചമുളക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തത്, 2 തണ്ട് കറിവേപ്പില, പിന്നെ ഇതൊരു 10-15 പീസ് കാഷ്യൂ നട്ട്, 2 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരിങ്ങ. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. 1 മിനിറ്റൊക്കെ ഇതൊന്ന് ഇളക്കിയതിന് ശേഷം ഇത് ഒരു വലിയ ഉള്ളി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, ഇതിട്ട് കൊടുക്കാം. ഈ ഉള്ളി ഒന്ന് 2-3 മിനിറ്റ് ഇളക്കി നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഒരു 2 നുള്ള് കായപ്പൊടി കൂടി ചേർക്കാം. ഇപ്പോൾ ഇവിടെ ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. തേങ്ങ ചേർത്ത് കഴിഞ്ഞ് 2-3 മിനിറ്റ് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന അരി കൊണ്ടുള്ള റവ ചേർക്കാം. ഇനി നമ്മൾ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഏറ്റവും ലോയിലേക്ക് വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ അരി അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് തുടർച്ചയായിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് നേരം ഇളക്കണം. സാധാരണ നമ്മൾ റവ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ആദ്യം വെള്ളം ഒഴിച്ച് തിളപ്പിച്ചതിന് ശേഷമല്ലേ റവ ചേർക്കാറുള്ളത്. പക്ഷെ ഇപ്രാവശ്യം ഞാൻ ഇങ്ങനെ അരി ആദ്യം ചേർത്തതിന് ശേഷമാണ് ഇനി വെള്ളം ചേർക്കാൻ പോകുന്നത്. 2 മെത്തേഡിലും ഇത് ഉണ്ടാക്കാം. ഇപ്പോൾ ഇവിടെ അരിയുടെ റവ ചേർത്തതിന് ശേഷം ഇത് 2-3 മിനിറ്റ് നേരം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് നല്ല തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം എല്ലാ ഭാഗത്തേക്കും എത്തത്തക്ക വിധത്തിൽ നന്നായിട്ടൊന്ന് ചുറ്റിച്ചൊഴിച്ചു കൊടുക്കാം. ഒരുപാട് കുഴച്ച് മറിച്ചൊന്നും ഇളക്കണ്ട. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ചുറ്റിച്ചൊഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മീഡിയത്തിലേക്ക് ഫ്ലെയിം കൂട്ടി കൊടുക്കാം, ഇതൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട്.
എന്നിട്ട് ഇനി നമ്മളൊന്ന് ഇളക്കുകയൊന്നും വേണ്ട, എല്ലാം ഒന്ന് വെള്ളത്തിൽ മുങ്ങിക്കിടക്കത്തക്ക വിധത്തിലൊന്ന് തട്ടിപ്പൊത്തി കൊടുക്കാം. ഒരു മിനിറ്റ് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തിളച്ച് തുടങ്ങും. അപ്പോൾ വീണ്ടും ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്കിതൊന്ന് 2 മിനിറ്റ് നേരം അടച്ചു വെക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് സമയമായിട്ടുണ്ട്. നമുക്കിത് പതുക്കെ ഇളക്കി കൊടുക്കാം. അടുക്കി പിടിക്കുന്ന പാത്രങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വേണം. ഇനി അടച്ചു വെച്ചില്ലെങ്കിലും ഇത് വലിയ കുഴപ്പമൊന്നുമില്ല. ഇതിന് നമുക്കൊരു 2-3 മിനിറ്റ് നേരം ഒന്ന് ഇളക്കി ഇതിനൊന്ന് കുറച്ച് ഡ്രൈ ആക്കി എടുക്കാം. കുഴയുന്ന രീതിയിൽ ഇളക്കരുത്, പതുക്കെ സാവധാനം വേണം ഇളക്കി കൊടുക്കാനായിട്ട്. ഇപ്പം നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ടെക്സ്ചർ ഒന്ന് കാണിച്ചു തരാം. ഇതൊട്ടും കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. കുത്തിരി കൊണ്ടുണ്ടാക്കിയ നല്ല ടേസ്റ്റി ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വെജിറ്റബിൾസ് ഒക്കെ ഇട്ടും ഉണ്ടാക്കാവുന്നതാണ്. ക്യാരറ്റോ ഗ്രീൻ പീസൊക്കെ ഇട്ട് ഉണ്ടാക്കാം. ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്, അല്ലെങ്കിൽ പഴത്തിൻ്റെ കൂടെയോ കോക്കനട്ട് ചട്നിയുടെ കൂടെയൊക്കെ കഴിക്കാം. ഇത് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇത് നമ്മുടെ റവ കൊണ്ടുള്ള ഉപ്പുമാവിനേക്കാളൊക്കെ ഒരു പടിക്ക് മുന്നിലാണ് ഇതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ ഒന്ന് അറിയിക്കണം. അപ്പോൾ ഇനിയും ഇതുപോലെ നല്ല റെസിപ്പികളുമായിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ.